നിലമ്പൂർ വഴിക്കടവ് നാരേക്കാവിൽ മദ്യലഹരിയിൽ ജ്യേഷ്ഠൻ അനുജനെ കുത്തിക്കൊന്നു. മോളൂക്കാലിൽ വർഗീസാണ് കൊല്ലപ്പെട്ടത്. ജ്യേഷ്ഠൻ രാജുവിനെ വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തു. വർഷങ്ങളോളം പഴക്കമുള്ള കുടുംബ തർക്കത്തിന്റെ പേരിലായിരുന്നു കൊലപാതകം. സംസ്ഥാനത്ത് ഈ അടുത്തു നടന്ന കൊലപാതകങ്ങളിലെല്ലാം ഉറ്റവരുടെ ജീവനെടുക്കുന്നത് പ്രിയപ്പെട്ടവരാണ്. അച്ഛനമ്മമാരെ കൊലപ്പെടുത്തുന്ന മക്കൾ, മക്കളെ ഇല്ലാതാക്കുന്ന അച്ഛനമ്മമാർ, അങ്ങനെ നിരവധി സംഭവങ്ങൾ. സമാനമായി ബന്ധുവില്ലനായ വാർത്തയാണ് മലപ്പുറത്തുനിന്ന് വന്നത്. പരസ്പരം താങ്ങും തണലുമാകേണ്ട സഹോദരന്മാർ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഉപദേശിക്കേണ്ട, വഴിതെളിയിക്കേണ്ട ജ്യേഷ്ഠനാണ് അനുജന്റെ ജീവനെടുത്തത്. മലപ്പുറം നിലമ്പൂർ വഴിക്കടവിൽ നിന്നാണ് ക്രൂരതയുടെ വാർത്ത വന്നത്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവം. മദ്യലഹരിയിലായിരുന്ന ജ്യേഷ്ഠൻ രാജു തന്റെ വീടിന് 100 മീറ്റർ മാത്രം അകലെയുള്ള അനുജൻ വർഗീസിന്റെ വീട്ടിലെത്തി. ഇരുവരും തമ്മിൽ നേരത്തെ തന്നെ കുടുംബതർക്കമുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇയാൾ സഹോദരൻ വർഗീസിന്റെ വീട്ടിലെത്തിയത്. പിന്നീട് ഒന്നും രണ്ടും പറഞ്ഞ് ഇരുവരും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കത്തിലേർപ്പെട്ടു. സഹോദരന്റെ വീട്ടിലേക്ക് മദ്യലഹരിയിൽ എത്തുമ്പോൾ തന്നെ ഇയാൾ കയ്യിലൊരു കത്തി കരുതിയിരുന്നു. വാക്കുതർക്കം രൂക്ഷമാകുന്നതിനിടെ കയ്യിൽ കരുതിയ കത്തിയെടുത്ത് വർഗീസിന്റെ നെഞ്ചിലേക്ക് ആഴത്തിൽ കുത്തുകയായിരുന്നു. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു ആക്രമിച്ചത്. നെഞ്ചിലേക്ക് കത്തി കയറിയതിന് പിന്നാലെ തന്നെ തൽക്ഷണം വർഗീസ് കൊല്ലപ്പെട്ടു. പിന്നാലെ കൊലപാതകി രാജു വീട്ടിലേക്ക് തിരിച്ചെത്തി. സംഭവമറിഞ്ഞെത്തിയ പോലീസ് രാജുവിന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.